അവൻ നേരെ ചെന്നത് പ്രീതയുടെ ഫ്ലാറ്റിലേക്കാണ്. ഒരു കിതപ്പോടെ അവൻ അവിടെ ചെന്നു നിന്നു. ബെല്ലടിക്കുന്നതിന് മുൻപേ എന്തോ തോന്നി അവൻ വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. കോൾ പോകുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ അത് ശ്രദ്ധിച്ചത്. എവിടെ നിന്നോ അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് പോലെ നേർത്തൊരു ശബ്ദം. അവനൊന്ന് ഞെട്ടി. അവൻ ആ വാതിലിലേക്ക് ചെവി ചേർത്ത് വെച്ചു. ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായി ആ ശബ്ദം കേൾക്കാം. അതെ, ആ ഫ്ലാറ്റിനകത്ത് നിന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചുകൊണ്ടിരുന്നു. കൊത്തിപ്പറിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകനെ പോലെയായിരുന്നു അയാളുടെ കണ്ണുകൾ അപ്പോൾ. ഇരയെ കടിച്ചു കുടയാൻ പോകുന്ന ഒരു വന്യമൃഗത്തെ പോലെ അയാൾ അവൾക്കരികിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പേടിയോടെ രണ്ടു കൈയും കൂപ്പി അവൾ ഒന്നും ചെയ്യല്ലേ എന്ന് യാചിക്കുന്നുണ്ട്. അവളുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. അയാൾ ദേഷ്യത്തോടെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഫ്ലാറ്റിനകത്തേക്ക് അവളെ പിടിച്ചു കയറ്റുമ്പോൾ ആ പിടിവലിക്കിടയിൽ അവളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയതാണ് ഫോൺ. സോഫയ്ക്കടിയിലേക്കോ മറ്റോ ആണ് ഫോൺ തെറിച്ചു പോയത്. അതെടുത്ത് ഓഫാക്കാൻ ശ്രമിച്ചാൽ ആ സമയം കൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകും. ആ കോൾ കട്ടായതും അയാളൊന്ന് ആശ്വസിച്ചു. അപ്പോഴേക്കും അവളുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തിരുന്നു. ആരാടി നിന്നെ ഇങ്ങനെ നിർത്താതെ വിളിക്കുന്നേ? അവൾക്കരികിലേക്ക് ഒന്നുകൂടി അടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു. ആ വിളിക്കുന്നത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവനാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ വിളിക്കുന്നതാണ്. തന്നെ കാണാതെ വന്നാൽ അവൾക്ക് അവനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് തോന്നി. തന്നെ തിരക്കി അവൻ വന്നിരുന്നെങ്കിൽ, തന്നെ ഇതിൽ നിന്നും രക്ഷിച്ചിരുന്നെങ്കിൽ. അവൾ അവൻ്റെ പേര് വിളിച്ച് ഉറക്കെ ആർത്തു കരയാൻ പോകുമ്പോഴേക്കും അയാൾ അവളുടെ വാ പൊത്തി. ആരാടി? അവനാണോ ആ ശിവജിത്ത്? അവനാണോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഓ, അതിന് അവനാണല്ലോ നിന്നെ ഇപ്പോൾ വെച്ചോണ്ടിരിക്കുന്നേ. ഇടയ്ക്ക് നമ്മളെയും ഒന്ന് പരിഗണിക്കുന്നേ. അവളുടെ ദേഹം ആകെയൊന്ന് കണ്ണുകൊണ്ട് ഉഴിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതും ചുട്ടുപൊള്ളുന്ന തീയിൽ വീണതുപോലെ അവൾ പൊള്ളിപ്പിടഞ്ഞു. അവൾക്ക് സ്വയം വല്ലാത്തൊരു അറപ്പ് തോന്നി. അവൾ അയാളുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. ആ അടിയുടെ ചൂടിൽ അയാളുടെ കൈ അവളുടെ വായിൽ നിന്നും പതിയെ അയഞ്ഞു. അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. നീ എന്നെ തല്ലിയല്ലേ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കവിള് നോക്കി ഒന്ന് കൊടുത്തു. അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. ചുണ്ട് പൊട്ടി ചോര വന്നു. കൂടാതെ വായ്ക്കകം കൂടി പൊട്ടിയതും വായിൽ ചോരയുടെ ചുവയറിഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. പ്രീതയുടെ ഫ്ലാറ്റിന് തൊട്ടു മുൻപിലെ ചേച്ചി വിളിച്ചപ്പോൾ പോയതായിരുന്നു അവൾ. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വാതിൽ തുറന്ന് അനിൽ പുറത്തേക്ക് വരുന്നതും അവളെ ബലമായി പിടിച്ച് അകത്തേക്ക് കയറ്റുന്നതും. എല്ലാം പെട്ടെന്നായിരുന്നു, അവൾ വിചാരിക്കുന്നതിനു മുൻപേ. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അകത്തേക്ക് കയറിയതും അയാൾ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്ത് കളഞ്ഞു. ആ പിടിവലിയിൽ കയ്യിൽ പിടിച്ചിരുന്ന അവളുടെ ഫോൺ തെറിച്ച് സോഫയ്ക്ക് അടിയിലേക്ക് വീണു. പ്രീത കുറച്ചു മുൻപാണ് പുറത്തേക്ക് പോയത്. ഇനി വൈകുന്നേരമാകും തിരിച്ചു വരാൻ. ആ സമയത്ത് അയാൾ ഫോണിൽ എന്തോ വീഡിയോയും മറ്റും കണ്ട് വേറൊരു ലോകത്തായിരുന്നു. അകത്തിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ അയാൾ പുറത്തേക്കിറങ്ങാൻ പോകുമ്പോഴാണ് മുൻപിലെ ഫ്ലാറ്റിൽ നിന്നും വാതിൽ തുറന്നിറങ്ങിയ പാർവതിയെ കണ്ടത്. അവളുടെ ശരീരം അയാളെ വീണ്ടും ഭ്രമിപ്പിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ തോന്നിയൊരു ഉൾപ്രേരണയിൽ അവളെ പിടിച്ച് അകത്ത് കയറ്റി. വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അയാൾ ഓർത്തില്ല. അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നത് പോലൊരു പേടി. അവൻ സ്വിച്ചിൽ വിരലമർത്തി. കോളിംഗ് ബെൽ ശബ്ദം അവിടെ ഒന്നാകെ മുഴങ്ങി. കുതറിപ്പിടയുന്ന അവളിലേക്ക് മുഖം അമർത്താൻ പോകുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അയാളൊന്ന് നടുങ്ങി. ആകെ വെട്ടി വിറച്ചുപോയി. പ്രീത, അവൾ വന്നുവോ? ഇല്ല, വരാനുള്ള സമയമായിട്ടില്ലല്ലോ. വൈകുന്നേരം വരുമെന്നല്ലേ പറഞ്ഞത്? ഇനി എന്തെങ്കിലും മറന്നു കാണുമോ? അയാൾക്ക് ആകെ ഒരു പരിഭ്രമം തോന്നി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് പോലെ. എന്നാൽ അവളുടെ മുഖത്ത് ആശ്വാസമായിരുന്നു. പേടിയോടെ വാതിൽക്കലേക്ക് നോക്കുന്ന അയാളെ അവളൊരു പുച്ഛച്ചിരിയോടെ നോക്കി. വീണ്ടും ബെല്ലടിച്ചു. പ്രീതയാണെങ്കിൽ ഇപ്പോൾ ഉറക്കെ വിളിച്ചേനെ, അല്ലെങ്കിൽ അയാളുടെ ഫോണിലേക്ക് വിളിച്ചേനെ. അപ്പോൾ പിന്നെ ഇതാരായിരിക്കും? എന്തായാലും പ്രീത ആയിരിക്കില്ലെന്ന ചിന്ത അയാളിലൊരു തണുപ്പ് നിറച്ചു. ഇവളെ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കാം, പിന്നെ പതിയെ പറഞ്ഞുവിടാം. എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ അവൾ ആരോടും പറയില്ലായിരിക്കും. അയാൾ ആ നിമിഷം കൊണ്ട് തന്നെ എന്തൊക്കെയോ കണക്ക് കൂട്ടി. നീ ഇങ്ങ് വന്നേ, തൽക്കാലം ആ മുറിയിലിരിക്കി. അതാരാണെന്ന് നോക്കിയ ശേഷം നിനക്ക് പോകാം. നിന്നെ ഞാനിനി ഒന്നും ചെയ്യില്ല. എത്ര പൈസ വേണേലും നിനക്ക് ഞാൻ തരാം, അയാൾ അവളോട് പറഞ്ഞു. ഇപ്പോൾ അയാൾ യാചിക്കുകയാണ്. നേരത്തെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് അവൾ യാചിച്ചതുപോലെ. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. അയാളെ നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ച ശേഷം അവൾ വാതിൽക്കലേക്ക് നടന്നു. പ്രീതയല്ലെന്ന് ഉറപ്പായി.
അല്ലെങ്കിൽ ഇപ്പോൾ ഒച്ചയും വിളിയും കേട്ടേനെ. അതില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാകും. അവളുടെ ചുണ്ടിൽ കണ്ണീരിൽ കുതിർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ വാതിലിനരികിലേക്ക് പോകുന്നത് കണ്ട് അയാളൊന്ന് ഞെട്ടി. അവൾ വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്കും അയാൾ അവളുടെ വാ പൊത്തിക്കൊണ്ട് അവളെ പിറകോട്ട് വലിച്ചിരുന്നു. ആദ്യത്തെ കോളിംഗ് ബെൽ അടിച്ചു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ഫ്ലാറ്റിലെ രാജേഷ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. അവന്റെ മുഖത്തെ വെപ്രാളം കണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചതും പാർവതിയെ കാണാനില്ല, അവളുടെ ഫോൺ ഇതിനകത്ത് നിന്നും റിംഗ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോഴേക്കും എല്ലാ ഫ്ലാറ്റിലെ ആളുകളും അവിടേക്ക് വന്നിരുന്നു. പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പുതിയതായി സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസിന്റെ തുണി എടുത്തില്ലല്ലോ എന്നോർത്തത്. ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒഴിവ് കിട്ടില്ല. അങ്ങനെ ഓർത്തതും പ്രീത വീണ്ടും ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു. വരാന്തയിൽ വെച്ച് തന്നെ കണ്ടു അവരുടെ ഫ്ലാറ്റിനു മുൻപിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ. ഭർത്താവിന് എന്തെങ്കിലും പറ്റി കാണുമെന്നാണ് അവർ കരുതിയത്. അവർ വെപ്രാളത്തോടെ അവിടെ കൂടി. എന്താ, എന്തു പറ്റി? അനിയേട്ടൻ എന്താ? അവർ ചോദിച്ചു. ചോദിക്കുമ്പോൾ അവരിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു നിന്നിരുന്നു. അനിയേട്ടനല്ല, അനിയേട്ടൻ പിടിച്ചു വച്ചിരിക്കുന്ന പെണ്ണിനാണ് പറ്റിയത്. അവരുടെ പേടിയും വെപ്രാളവും കണ്ട് അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പുച്ഛത്തോടെ പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെയൊരു കാര്യം അവർ പ്രതീക്ഷിക്കുന്നേയില്ലല്ലോ. നിങ്ങൾ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ പറഞ്ഞു. ഒന്നും മനസ്സിലാക്കാനില്ല. നിങ്ങൾ പോയ സമയം നോക്കി ആ പാർവതിയെ അയാൾ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുക. ആ പെണ്ണിന് ഒന്നും പറ്റാതിരുന്നാൽ മതി. എന്ത് പറയാനാ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? സ്വന്തം മോളെപ്പോലെ കാണേണ്ടതിനു പകരം നല്ല അടി കിട്ടാത്തതിന്റെ കേടാ. അയാൾ പറഞ്ഞതും പ്രീതയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ. ശിവജിത്തും വേറൊരാളും കൂടി വാതിലിൽ അമർത്തി തള്ളുന്നുണ്ട്. അയാൾ അവളെ മുറുക്കെ പിടിച്ചു കളഞ്ഞു. വാ പൊത്തിയതുകൊണ്ട് തന്നെ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇപ്പോൾ മരിച്ചു വീഴുമെന്ന് തോന്നിയ ആ നിമിഷം തന്നെ വാതിൽ പുറത്തുനിന്ന് തള്ളി തുറന്നിരുന്നു. വാതിലിന് പുറത്തു നിൽക്കുന്നവരെ കണ്ട് അയാൾ ശരിക്കും ഞെട്ടി. അയാളുടെ കൈ അവളുടെ മേൽ നിന്നും പതിയെ അയഞ്ഞു. ശിവജിത്തും ആ അപ്പാർട്ട്മെന്റിലുള്ള അധികം പേരും അവിടെയുണ്ട്. കൂട്ടത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന പ്രീതയും. അയാളുടെ കണ്ണുകൾ പ്രീതയുടെ മുഖത്ത് തന്നെയായിരുന്നു. അവരെ അയാൾ ഒട്ടും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അപമാനഭാരം കൊണ്ട് തൊലി ഉരിയുന്നതുപോലെ അവർക്ക് തോന്നി. അതിനേക്കാൾ ഉപരി ഇത്ര കാലം വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ഭർത്താവ് ഇങ്ങനെ ഒരുത്തൻ ആയിരുന്നല്ലോ എന്ന സങ്കടവും ദേഷ്യവും. ഇന്നലെ രാത്രി കൂടി തന്റെ ശരീരത്തെ തൊട്ടു തലോടിയ അയാളുടെ കൈകൾ. അവർക്ക് സ്വയം അറപ്പ് തോന്നി. പുറത്ത് ഒത്തിരി പേര് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ശിവജിത്തിന്റെ മുഖത്തായിരുന്നു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. പക്ഷേ ആ ദേഷ്യത്തിനപ്പുറം അവനിൽ നിറഞ്ഞു നിൽക്കുന്ന അവളെക്കുറിച്ചുള്ള ആദിയും വെപ്രാളവും വ്യക്തമായി വായിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു. തളർന്നു വീഴുമെന്ന് തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ അവൾ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ഇറുക്കെ പുണർന്നു. ആദ്യമൊന്ന് ഞെട്ടിയ എല്ലാവരും വീണ്ടും ഒന്നുകൂടി ഞെട്ടി. അങ്ങനെയൊരു കാര്യം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു മുൻപ് അവരെല്ലാവരും കണ്ടതാണ് ദേഷ്യത്തോടൊപ്പം അവന്റെ വെപ്രാളവും ആദിയും. പക്ഷേ ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ആ ഭയം എത്ര വലുതായിരുന്നു എന്നവർക്ക് മനസ്സിലായി. കൂടി നിന്നവർ മാത്രമല്ല, അവളുടെ ആ പ്രവൃത്തിയിൽ ശിവജിത്ത് പോലും ഞെട്ടിപ്പോയിരുന്നു. അങ്ങനെയൊരു തുറന്ന വൈകാരിക പ്രകടനം അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ശിവജിത്ത് ആദ്യം ഒന്ന് തറഞ്ഞു നിന്നു. പിന്നെ അല്പനേരത്തേക്ക് അവന്റെ ദേഷ്യം മുഴുവൻ അവളുടെ കണ്ണീരിൽ അലിഞ്ഞുപോയി. അവൾ അത്രമാത്രം പേടിച്ചിട്ടുണ്ട്. അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരു നിമിഷം ലോകം മൊത്തം ചുരുങ്ങിപ്പോയതുപോലെ. ആ നിമിഷം അവിടെ അവർ മാത്രമായതുപോലെ. പാറു, സാരില്ല, പേടിക്കേണ്ട, ഞാൻ വന്നില്ലേ? നോക്ക്, ഞാൻ കൂടെയില്ലേ? ഞാനുള്ളപ്പോൾ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. എൻ്റെ ജീവൻ പോയിട്ടല്ലാതെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്നെ എൻ്റെ മോൾക്ക് വിശ്വാസല്ലേ? അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ട് ഇടറുന്ന ശബ്ദത്തോടെ അവൻ പറഞ്ഞു. അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല. അവൾ അവൻ്റെ പുറംഭാഗത്തെ ഷർട്ടിൽ പിടിച്ച് അവനെ കൂടുതൽ ഇറുക്കി പിടിച്ചു. അവളുടെ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്താളം അവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു കൈകൊണ്ട് അവളുടെ മുടിയിൽ തലോടിയും മറുകൈകൊണ്ട് അവളുടെ പുറത്ത് തട്ടിയും അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ശിവേട്ട, എനിക്ക് പേടിയായി. ഞാൻ എന്നെ ഒന്നും ചെയ്യല്ലേന്ന് കുറേ പറഞ്ഞു നോക്കി. കേട്ടില്ല. എന്നെയും ശിവേട്ടനെയും ചേർത്ത് വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അതുപോലെ അയാളോടും വേണമെന്ന് ഞാൻ മുഖത്തൊന്നു കൊടുത്തു. അപ്പോൾ എന്നെയും തല്ലി. ചുണ്ടു പൊട്ടി, വായിന്ന് ചോര വന്നു, മുടിയിൽ കുത്തിപ്പിടിച്ചു. ഞാൻ ഉറക്കെ കരയാൻ പോയപ്പോൾ എൻ്റെ വാ പൊത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി. കരഞ്ഞുകൊണ്ട് അവൾ എണ്ണിപ്പെറുക്കി പറയുന്നുണ്ട്.
ശിവജിത്തിന് വേദനിച്ചു, ഒത്തിരി വേദനിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ദേഷ്യം കൊണ്ട് വീണ്ടും ഞരമ്പുകൾ എടുത്തു പിടിച്ചു. ശിവേട്ടൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. എങ്കിലും ഞാൻ പേടിച്ചുപോയി, വല്ലാതെ പേടിച്ചുപോയി. അവൻ അവളുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ പതിയെ അവനിൽ നിന്ന് അവളെ അടർത്തി മാറ്റി അവളുടെ കണ്ണീരൊപ്പിയെടുത്തു. അവളെ നോക്കുമ്പോൾ അവൻ്റെ ചുവന്ന കണ്ണുകളിൽ ദേഷ്യമല്ല, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ തീവ്രമായൊരു തിളക്കമായിരുന്നു നിറഞ്ഞു നിന്നത്. നീയില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നേ? എനിക്ക് എൻ്റേതെന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ? നിനക്കെന്തേലും പറ്റിയാൽ പിന്നെ ഞാനുണ്ടോ പാറു? അവളുടെ മുഖം ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. ഒപ്പം അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് മുത്തി. അവൻ്റെ ആദ്യ ചുംബനം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ചുംബനത്തിൽ അവൻ്റെ കൈകൾക്കുള്ളിൽ ഈ ലോകം മുഴുവൻ സുരക്ഷിതമാണെന്ന് അവൾക്ക് തോന്നി. പുറത്തു കൂടി നിൽക്കുന്നവരെയോ അവരുടെ സംസാരമോ ഒന്നും അവരറിഞ്ഞില്ല. അവരുടെ സ്നേഹത്തിൻ്റെ ആ ലോകത്തിൽ അപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവജിത്തിൻ്റെയും പാർവതിയുടെയും തീവ്രമായ സ്നേഹപ്രകടനത്തിനിടയിൽ പുറത്തുനിന്നവരുടെ നോട്ടം ചെന്നു നിന്നത് എല്ലാം തകർന്നവളെപ്പോലെ തലയും കുനിച്ചു നിൽക്കുന്ന അയാളുടെ ഭാര്യ പ്രീതയിലായിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി വിറച്ചു നിൽക്കുകയായിരുന്നു അവർ. തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള സ്ത്രീകൾ അവർക്കരികിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കൂടി നിന്ന പുരുഷന്മാർ അയാളെ എന്തൊക്കെയോ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അവരതൊന്നും അറിയുന്നില്ല. ശിവജിത്ത് പാർവതിയെ മെല്ലെ നീക്കി നിർത്തി അയാൾക്കരികിലേക്ക് ചെന്ന് അയാളുടെ കവിള് നോക്കി ഒന്ന് കൊടുത്തു. എല്ലാവരും ഒന്നു ഞെട്ടി. അത്രമേൽ ശക്തമായിരുന്നു അത്. അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി. നെറ്റിയിലെ ഞരമ്പുകൾ എടുത്തു പിടിച്ചു. അവൻ അയാളെ വീണ്ടും വീണ്ടും തല്ലി. എല്ലാം കണ്ടുനിന്ന പ്രീത ഒരിക്കൽ പോലും ശിവജിത്തിനെ തടഞ്ഞില്ല. ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെയാണ് ഇങ്ങനെ തല്ലുന്നത്. എന്നിട്ടും പ്രീത വല്ലാത്തൊരു നിർവികാരതയോടെ അത് നോക്കി നിന്നു. ഇനിയും അവൻ തല്ലിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും അവിടെ കൂടി നിന്നവർ അവനെ പിടിച്ചു മാറ്റി. ഇനി അവളെ ഒരു നോട്ടം കൊണ്ടെങ്കിലും താൻ ശല്യപ്പെടുത്തിയാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല, ഓർത്തുവെച്ചോ. അവൻ ചൂണ്ടുവിരൽ അയാൾക്ക് നേരെ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി. അത് കേട്ടു നിന്ന പ്രീത പെട്ടെന്ന് തന്നെ അകത്തേക്ക് പാഞ്ഞുപോയി. മുറിയിലെത്തിയതും അവരൊന്ന് ആഞ്ഞു ശ്വാസം വിട്ടു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ രണ്ടു കൈകൊണ്ടും അമർത്തി തുടച്ചു. പിന്നെന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്വന്തം വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ പോലെ ഒരു ബാഗിലേക്ക് നിറച്ചുകൊണ്ടിരുന്നു. അവരുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ബാഗുമായി അവർ ഹാളിലേക്ക് വന്നു. തല്ലുകൊണ്ട് അവശനായി ഇരിക്കുന്ന ഭർത്താവിനെ ഒന്ന് നോക്കി. ബാഗുമായി നിൽക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായി തുടങ്ങി. പോവരുത്, അയാൾ ഭാര്യയെ നോക്കി വേദനയോടെ പറഞ്ഞു. പ്രീത ഒന്നും പറഞ്ഞില്ല. എനിക്കൊരു തെറ്റ് പറ്റി പ്രീതേ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. സത്യം, എന്നെ വിട്ടു പോകല്ലേ. ഒരു ഭർത്താവിൻ്റെ അധികാരഭാവമൊന്നും അപ്പോൾ അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അയാൾ യാചിക്കുകയാണ്. യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന ഭാര്യയെ കണ്ട് അയാൾ കാല് പിടിക്കാനെന്നോണം താഴേക്ക് ഇരുന്നതും പ്രീത പിറകിലേക്ക് നീങ്ങി. അയാൾ ഒരു ഞെട്ടലോടെ തലയുയർത്തി നോക്കി. ഭർത്താവിൻ്റെ കാലു പിടിച്ചുള്ള യാചന, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള കേണപേക്ഷകൾ ഒന്നും പ്രീതയുടെ തീരുമാനത്തെ മാറ്റാൻ പോന്നതായിരുന്നില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിക്കാൻ വയ്യ. ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളിപ്പോൾ ചെയ്തത്. വേറെന്തും ഞാൻ സഹിച്ചേനെ, പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ വയ്യ. പ്രീത അയാളെ നോക്കാതെ തന്നെ പറഞ്ഞു. വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഉറപ്പുണ്ടായിരുന്നു. പിന്നീടൊരു ചോദ്യത്തിനും പറച്ചിലിനും ഇടം കൊടുക്കാതെ ബാഗുമായി അവർ പുറത്തേക്ക് നടന്നു. അയാൾക്ക് തടയാൻ പറ്റിയില്ല. ഇനി താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അയാൾക്ക് തന്നെ അറിയില്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നിന്നും തൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്ന ഭാര്യയെ നോക്കി തളർന്നിരിക്കാനേ അയാൾക്ക് ആ സമയം കഴിഞ്ഞുള്ളൂ. അയാൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയുടെ ഭാരം അയാളെ തളർത്തി. വാതിൽക്കൽ എത്തിയതും അവരൊന്ന് നിന്നു. ആരും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന്. വാതിൽക്കൽ നിൽക്കുന്ന പാർവതിയെയും ശിവജിത്തിനെയും അവരൊന്ന് നോക്കി. പാർവതി ആകെ തളർന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും അവളുടെ പേടി മാറിപ്പോയിട്ടില്ലെന്ന് ആ മുഖത്തു നിന്നും തന്നെ മനസ്സിലാക്കാം. അവർക്ക് അവളോട് വല്ലാത്ത പാവം തോന്നി. അവർ അവൾക്ക് നേരെ കൈകൂപ്പി. മാപ്പ് ചോദിച്ചാൽ തീരുന്ന തെറ്റല്ല അങ്ങേര് ചെയ്തതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പറ്റുമെങ്കിൽ മോള് പൊറുക്കണം. എനിക്കിപ്പോ ഇങ്ങനെ പറയാനേ പറ്റൂ. പറയുമ്പോൾ അവരുടെ ശബ്ദം നേർത്തുപോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അവിടെ കൂടി നിന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വന്തം വീട്ടിൽ വെച്ച് ഇത്ര പേരുടെ മുന്നിൽ വെച്ചുണ്ടായ ഈ അപമാനം താങ്ങാൻ അവർക്കായില്ല. ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ചുട്ടുപൊള്ളി. പിന്നീട് ഒന്നും പറഞ്ഞ് അവിടെ നിൽക്കാതെ തല താഴ്ത്തിപ്പിടിച്ച് അവർ വേഗത്തിൽ മുന്നോട്ട് നടന്നു. തന്റെ സങ്കടവും തീരുമാനവും ആരെയും അറിയിക്കേണ്ടതില്ലെന്ന് അവർ കരുതി. പാർവതിയും ശിവജിത്തും ഒന്നും പറഞ്ഞില്ല. അവർ പോകുന്നതും നോക്കി വെറുതെ അങ്ങനെ നിന്നു. ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ അവളുടെ ചിന്ത മക്കളെക്കുറിച്ചായിരുന്നു. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞ് അവർ വിദേശത്താണ്. എങ്കിലും ഈ സംഭവം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അവരും ഉടനെ അറിയും. ഈ അപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ഇപ്പോൾ തന്നെ അവരെ വിവരം അറിയിക്കും. മക്കളുടെയും മരുമക്കളുടെയും മുഖത്ത് ഇനി എങ്ങനെ നോക്കും? അതോർക്കുമ്പോൾ തന്നെ പ്രീത ആകെ വല്ലാതെയായി. അച്ഛൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്ന് മക്കൾ അറിഞ്ഞാൽ ആ ചിന്ത തന്നെ അവരുടെ ഉള്ളിലൂടെ ഒരു തീയായി പാഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ മക്കൾക്ക് തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കുറഞ്ഞു പോകുമോ? അവർക്കത് ഓർക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. മക്കളുടെ മനസ്സിൽ അവരുടെ അച്ഛനെക്കുറിച്ച് മോശമായൊരു ചിത്രമുണ്ടാകുന്നത് ഒരു അമ്മ എന്ന നിലയിൽ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അയാൾക്ക് അവർ നല്ലൊരു ഭാര്യയായിരുന്നു എല്ലാ അർത്ഥത്തിലും. എന്നിട്ടും അയാൾക്ക് എങ്ങനെ തോന്നി വേറൊരു പെൺകുട്ടിയെ ചതിക്കാൻ? ആ ചോദ്യം അവരുടെ ഹൃദയത്തെ വീണ്ടും മുറിപ്പെടുത്തി. അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആ അപ്പാർട്ട്മെന്റിലെ ആരോ പാർവതിയുടെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. മകളെക്കുറിച്ച് കേട്ട വാർത്ത ആ അമ്മയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. അവർക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. തന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവർക്കങ്ങനെ ചിന്തിക്കാൻ പോലും പേടി തോന്നി. വീട്ടുജോലിക്ക് മകളെ വിടാൻ അവർക്ക് പേടിയായിരുന്നു. അവരുടെ ആ ഭയം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അവളുടെ അമ്മ ജോലി ചെയ്യുന്നിടത്തു നിന്ന് ഫ്ലാറ്റിലേക്ക് എത്തിയതെങ്ങനെയെന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ അവർ അപ്പാർട്ട്മെന്റിലേക്ക് ഓടി വന്നു. പടിക്കൽ എത്തിയപ്പോൾ തന്നെ കണ്ടത് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെയാണ്. അവർ വിറയ്ക്കുന്ന കാലുകളോടെ വേഗത്തിൽ അവിടേക്ക് ചെന്നു. അവരെ കണ്ടതും ആളുകൾ 2 വശത്തേക്ക് നിന്നുകൊടുത്തു. ആളുകൾ പലതും അടക്കം പറയുന്നുണ്ട്. പാർവതി ഭയന്നു വിറച്ചു നിൽപ്പാണ്. ശിവജിത്ത് അവളെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്ലാറ്റിനകത്ത് തല്ലുകൊണ്ട് അവശനായ അയാളും 2-3 ആളുകളും. വേറെ ആരെയും കാണുന്നില്ല. പാർവതിയെ കണ്ട് അവളുടെ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവർ ഓടിച്ചെന്ന് മകളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. മോളെ, അമ്മ പറഞ്ഞതല്ലേ ഈ ജോലിക്ക് പോകേണ്ടെന്ന്? എന്നോ ഇത് മതിയാക്കാൻ അമ്മ പറയുന്നില്ലേ? ശരിക്കും എന്താണ് ഇവിടെ നടന്നത്? എന്തൊക്കെയോ കേട്ടു, പക്ഷെ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. കേട്ടതും അമ്മ ഇങ്ങ് പോന്നു. നിന്നെ ഒന്ന് കണ്ടാൽ മതിയെന്നേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അമ്മ കരഞ്ഞുകൊണ്ട് പേടിയോടെ തന്നെ അവളോട് പറഞ്ഞു. അമ്മയുടെ സാമീപ്യം പാർവതിയുടെ കെട്ടുപോയ ധൈര്യം തിരികെ നൽകി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ശിവജിത്ത് മുന്നോട്ട് വന്നു. അമ്മ പേടിക്കേണ്ട, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഞങ്ങളെല്ലാം ഇങ്ങെത്തി. അവരുടെ കരച്ചിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവൻ പറഞ്ഞു. അതുകേട്ട് അമ്മ അവളെ പുണർന്നുകൊണ്ട് തന്നെ അവനെ ഒന്ന് നോക്കി. അവനെ അവർക്ക് മുൻപേ അറിയാം. വെയ്യാതെ ആകുന്നതിന് കുറച്ചു മുൻപ് വരെ അവർ അവന്റെ ഫ്ലാറ്റിൽ ജോലി ചെയ്തിരുന്നു. അന്നേ അവന് വളരെ നല്ല സ്വഭാവമാണ്. അന്ന് അവന്റെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീയതിയാകുന്നതിനു മുൻപേ അവൻ ശമ്പളമെല്ലാം കൊടുക്കുമായിരുന്നു. ആ അപ്പാർട്ട്മെന്റിൽ അവൻ മാത്രമായിരുന്നു എടുക്കുന്ന ജോലിയേക്കാൾ അധികം ശമ്പളം കൊടുത്തിരുന്നത്. ഇത് കൂടുതലാണല്ലോ എന്ന് ചോദിച്ചാൽ പറയും, സാരമില്ല ആന്റി വെച്ചോളൂ എന്ന്. അന്നെല്ലാം അവൻ ആന്റി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവൻ അവരെ വിളിച്ചത് അമ്മയെന്നും. പക്ഷേ അവർക്കതിന്റെ അർത്ഥവും പൊരുളുമൊന്നും മനസ്സിലായതുമില്ല. അവനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥതയും കരുതലും കാണാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. തന്റെ മകൾക്ക് വേണ്ടി ഒരാൾ ഇത്രയും ദേഷ്യത്തോടെ പ്രതികരിച്ചതിൽ ആ അമ്മയ്ക്ക് സന്തോഷവും സങ്കടവും തോന്നി. പക്ഷേ ഒരേ സമയം ആ അമ്മയ്ക്ക് ആശ്വാസവും ആശങ്കയും തോന്നി. മകൾ സുരക്ഷിതയാണല്ലോ എന്ന ആശ്വാസം. എന്നാൽ അതിനൊപ്പം തന്നെ ഈ സംഭവം നാട്ടിൽ പരന്നാൽ ഇനി മകളുടെ ജീവിതം എന്താകുമെന്ന ആശങ്കയും. അവർ ശിവജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പെട്ടെന്ന് കരച്ചിലടക്കി അമ്മ ശിവജിത്തിന്റെ നേർക്ക് കൈകൂപ്പി. ശിവജിത്തെ, മോൻ കാരണമാണ് എൻ്റെ മോള് ഇന്ന് രക്ഷപ്പെട്ടത്. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മോൻ ഈ ചെയ്തത് മരിച്ചാലും അമ്മ മറക്കില്ല. മോനെ ദൈവം എന്നും കാക്കും. കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അവൻ വേഗം അവന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന അവരുടെ കയ്യിൽ പിടിച്ച് താഴ്ത്തി അരുതെന്ന് തലയാട്ടി. പാർവതിയെ സമാധാനിപ്പിച്ച ശേഷം അമ്മയുടെ നോട്ടം അനിലിന്റെ നേർക്ക് നീണ്ടു. അവർക്ക് അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നി. നിങ്ങൾക്കെങ്ങനെ തോന്നി എൻ്റെ മോളോട് ഇത് ചെയ്യാൻ? കത്തുന്ന കണ്ണുകളോടെ അവർ അയാളോട് ചോദിച്ചു. അയാൾ ഒന്നും പറയുന്നില്ല.
അവരുടെ മുഖത്തേക്ക് നോക്കാതെ തലയും കുനിച്ച് ഇരിപ്പാണ്. ഈ പാവം പിടിച്ച കുട്ടിയോട് നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരത ചെയ്തത്? നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഇവൾ ഇവിടെ വരുന്നത് എനിക്ക് വയ്യാത്തത് കൊണ്ടാണെന്ന്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇവിടെ വന്ന് ഈ വീട്ടുജോലി എടുക്കാൻ ഇവൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നിട്ടും നിങ്ങൾക്കെങ്ങനെ തോന്നി? ആദ്യം ദേഷ്യത്തോടെയാണെങ്കിലും അവസാനം എത്തുമ്പോഴേക്കും അവർ കരഞ്ഞു പോയിരുന്നു. മക്കൾക്ക് ഒരാപത്ത് വരുന്നത് ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? തൻ്റെ ഏക മകൾക്ക് ഒരു ആപത്തും വരരുത് എന്ന് ആഗ്രഹിച്ച ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ അവിടെ കൂടി നിന്നവരുടെയെല്ലാം കണ്ണു നനയിച്ചു. ആ അമ്മയുടെ മുന്നിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഭാരം മുഴുവൻ പേറിക്കൊണ്ട് അയാൾ തല താഴ്ത്തി നിന്നു. അയാൾക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. താൻ കാരണം ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അപമാനവും വേദനയും എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവർ മാത്രമല്ല, താനും ഭാര്യയും മക്കളും എല്ലാവരും ആളുകളുടെ മുൻപിൽ നാണം കെട്ടുപോയിരിക്കുന്നു. ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും? ഒന്നും വേണ്ടിയിരുന്നില്ല. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? എല്ലാം സംഭവിച്ചു പോയിരിക്കുന്നു. ഞാനും നിങ്ങളുടെ ഫ്ലാറ്റിൽ മുൻപ് ജോലിക്ക് നിന്നിരുന്നല്ലോ. അന്നൊന്നും നിങ്ങളെക്കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇതുപോലെ ഒരു വൃത്തികെട്ടവനാണ് നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയാലും എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കില്ലായിരുന്നു. കുറ്റബോധം നിറഞ്ഞ സ്വരത്തിൽ അമ്മ വീണ്ടും അയാളോട് പറഞ്ഞു. അല്ല പ്രീത എവിടെ? അവൾ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? അമ്മ ചോദിച്ചു. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. പാർവതി മീരയുടെ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോഴാ ഇയാള് അവളെ പിടിച്ച് അകത്തേക്ക് കയറ്റിയത്. കുറച്ചു മുൻപ് പ്രീത ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ അറിഞ്ഞ് ബാഗുമെടുത്ത് ഇറങ്ങിപ്പോയി. അമ്മ ചോദിച്ചത് കേട്ട് അവിടെ നിന്നിരുന്ന ആരോ പറഞ്ഞു. അമ്മയൊന്നും പറഞ്ഞില്ല. ഇവിടേക്ക് മകളെ വിടാൻ തോന്നിയ തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചോർത്ത് അവർ സ്വയം പഴിച്ചു. തനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്. എന്തു വന്നാലും അവളെ ഈ ജോലിക്ക് വിടാൻ പാടില്ലായിരുന്നു. അവർക്ക് സ്വയം തോന്നി. അമ്മയുടെ ഓരോ വാക്കും അയാളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശദീകരിക്കാൻ അയാൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അയാൾ തല താഴ്ത്തി നിശബ്ദനായി ഇരുന്നു. കാരണം ഈ സങ്കടത്തിനു മുൻപിൽ ന്യായീകരണങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടായിരുന്നില്ല. അതയാൾക്ക് മനസ്സിലായിരുന്നു. നിന്നോട് ഞാൻ എങ്ങനെയാ കുഞ്ഞെ നന്ദി പറയുന്നത്? എൻ്റെ മോൾക്ക് എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അമ്മ വീണ്ടും ശിവജിത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ എന്നോട് നന്ദിയൊന്നും പറയേണ്ട. പകരം അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മതി. അവൻ്റെ മുൻപിൽ വീണ്ടും നന്ദി പറയാൻ ശ്രമിക്കുന്ന അമ്മയെ കണ്ട് അവൻ വേഗം അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അതെന്താണെന്ന ആകാംക്ഷയോടെ അവനെ നോക്കി. പാർവതിയും അവൻ്റെ വാക്കുകൾ കേട്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മോന് എന്താ വേണ്ടത്? എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അമ്മ ചെയ്തു തരാം. ശിവജിത്ത് ഒരു നിമിഷം പാർവതിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അവൻ്റെ മേൽ തന്നെയാണ്. അമ്മയുടെ ഈ മോളെ എനിക്ക് തന്നേക്കാമോ? വളരെ ആത്മാർത്ഥതയോടെ നേർത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു. അവൻ ചോദിച്ചത് കേട്ട് അവളും അമ്മയും ഒന്ന് ഞെട്ടി. പാർവതിയുടെ കണ്ണുകൾ വിടർന്നു. ഒരു തരം അവിശ്വസനീയതയും അതോടൊപ്പം അതിയായ സന്തോഷവും ആ മുഖത്ത് നിറഞ്ഞു. അറിയാമായിരുന്നു അവന് തന്നോടൊരു ഇഷ്ടമുണ്ടെന്ന്. എങ്കിലും അവൻ ഇതിങ്ങനെ തുറന്നു ചോദിക്കുമെന്ന് കരുതിയില്ല. അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നതുപോലെ മിടിച്ചു. തൻ്റെ പ്രണയം അവൻ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കേൾക്കെ തന്നെ ഇത് ചോദിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പേരിൽ ആരും അവളെ വേറൊരു കണ്ണുകളോടെ കാണരുതെന്ന് അവന് വാശിയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ അപ്പോൾ മകളുടെ മുഖത്തേക്ക് നീണ്ടു. മകളുടെ വിടർന്ന കണ്ണുകളും നാണത്താൽ ചുവന്ന മുഖവും ആ സന്തോഷത്തിൻ്റെ തിളക്കവും അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് ആ അമ്മയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. അമ്മയുടെ മനസ്സിലൂടെ ചിന്തകൾ പാഞ്ഞുപോയി. ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് തൻ്റെ മകൾക്കുണ്ടായ അപമാനം ഇനി ഉണ്ടാവരുത്. തൻ്റെ മകളെ സ്നേഹിക്കുന്ന, മകൾ സ്നേഹിക്കുന്ന, അവളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തൻ്റെടമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ സാഹചര്യത്തിൽ മകൾക്ക് ഒരു അഭയം കൊടുക്കാൻ അവൻ തയ്യാറായതിലും വലുതല്ല മറ്റൊന്നും. അമ്മയുടെ മുഖത്തെ സങ്കടത്തിൻ്റെ കാർമേഘം പതിയെ ഒഴിഞ്ഞുമാറി അവിടം ഒരു സന്തോഷത്തിൻ്റെ പ്രകാശം നിറഞ്ഞു. മോനെ, എൻ്റെ മകളുടെ ഇഷ്ടം ഇതാണെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. മോൻ ഇവളുടെ സമ്മതം കൂടി ചോദിക്ക്. അമ്മ നിറഞ്ഞ മനസ്സോടെ തന്നെ അവനോട് പറഞ്ഞു. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതമാണ്. അവളിൽ നിന്നും തന്നെ അവളുടെ തീരുമാനം അറിയണം. ശിവജിത്ത് പതിയെ പാർവതിയുടെ കരം കവർന്നു. പാർവതി, നിനക്ക്... അവൻ പറഞ്ഞു തുടങ്ങിയില്ല. അപ്പോഴേക്കും അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. മതി മോനെ, അമ്മയ്ക്ക് സമ്മതമാണ്. ആ അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു.
പക്ഷേ ഇത്തവണ അത് ആനന്ദക്കണ്ണീരായിരുന്നു. തന്റെ മകളെ സംരക്ഷിക്കാൻ തന്റേടമുള്ള ഒരുത്തന് തന്നെ അവളെ കൊടുക്കാൻ കഴിഞ്ഞതിൽ ആ അമ്മ നിറഞ്ഞ മനസ്സോടെ സമ്മതം പറഞ്ഞു. ശിവജിത്തിന്റെ പ്രണയ പ്രഖ്യാപനവും അതിന് അവളുടെ അമ്മ നൽകിയ നിറഞ്ഞ സമ്മതവും ആ അപ്പാർട്ട്മെന്റിലെ അന്തരീക്ഷത്തെ പാടെ മാറ്റിമറിച്ചു. അവിടെ കൂടിയവരുടെയെല്ലാം മുഖത്ത് അത്ഭുതമായിരുന്നു. എന്നാൽ അതിലുപരി ആ അമ്മയുടെ സങ്കടം മാറിയതിലുള്ള സന്തോഷവും അവരിൽ നിറഞ്ഞു നിന്നു. കാരണം അവളെയും അമ്മയെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ശിവജിത്ത് പാർവതിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ മോള് എൻ്റെ കൂടെ സുരക്ഷിതയായിരിക്കും. ഇന്നത്തെ ഈ നാണക്കേടോ സങ്കടമോ ഇവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല. അത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പു തരാം. ഇവൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ എനിക്ക് സാധിക്കും. അമ്മയ്ക്ക് ഞാൻ വാക്കു തരുന്നു. ഇനിയും അവളെ കണ്ടില്ലെന്ന് വെക്കാൻ ആവില്ലെന്ന് അവന് തോന്നി. ചെറുതെങ്കിലും ഒരു ജോലിയായ സ്ഥിതിക്ക് പട്ടിണിയില്ലാതെ അവളെ പോറ്റാനും പറ്റും. തറവാട്ട് സ്വത്ത് തിരിച്ചു കിട്ടിയാൽ അവൾ പിന്നെ രാജകുമാരിയായിരിക്കും, അവൻ കരുതി. അവന്റെ വാക്കുകളിൽ ഒരു യുവാവിന്റെ സ്നേഹം മാത്രമല്ല, ഒരു പുരുഷന്റെ ഉറച്ച തീരുമാനവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടിയതിലുള്ള ആശ്വാസം ആ അമ്മയുടെ കണ്ണുകളിൽ തിളങ്ങി. മോനെ, അമ്മയ്ക്ക് വിശ്വാസാണ്. എൻ്റെ പൊന്നുമോളെ മോന്റെ കൈകളിൽ ഞാൻ സന്തോഷത്തോടെ ഏൽപ്പിക്കും. മോൻ ഈ ചെയ്യുന്നതിന് ദൈവം മോനെ എന്നും കരുതും. അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും. അമ്മയ്ക്ക് അതേ പറയാനുള്ളൂ. അമ്മ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പാർവതി സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിരുന്നു. വീട്ടുജോലിക്കിടെ രഹസ്യമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ പ്രണയം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു കൈത്താങ്ങായി മാറിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ തല്ലുകൊണ്ട് അവശനായി തല താഴ്ത്തിയിരിക്കുന്ന ആ ദുഷ്ടനായ മനുഷ്യന്റെ അടുത്തേക്ക് പിന്നീട് ആരും പോയില്ല. അയാൾ ചെയ്ത തെറ്റിന്റെ ഫലം അയാൾ അനുഭവിച്ചു തുടങ്ങുകയായിരുന്നു. അയാളുടെ ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾ ഈ അപമാനം അറിയാൻ പോകുന്നു. ഇനി ആ വീട്ടിൽ ഏകാന്തതയും കുറ്റബോധവും മാത്രമായിരിക്കും അയാൾക്ക് കൂട്ട്. എൻ്റെ ഫോൺ. ശിവജിത്ത് പാർവതിയെയും അമ്മയെയും കൂട്ടി തൻ്റെ ഫ്ലാറ്റിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. ആ സോഫയ്ക്കടിയിലേക്ക് തെറിച്ചു പോയിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം, പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് ചെന്നു. അയാൾ തലയും കുനിച്ചിരിപ്പുണ്ട്. അവൻ അയാളെ കണ്ട ഭാവം പോലും നടിച്ചില്ല. നേരെ ചെന്ന് സോഫയ്ക്കടിയിൽ നിന്നും ഫോൺ എടുത്ത് തിരികെ വന്നു. അവൻ അകത്തേക്ക് കയറി വരുന്നതും ഫോൺ എടുക്കുന്നതുമെല്ലാം അയാൾ കണ്ടിരുന്നു. അയാൾ പക്ഷേ കാണാത്തതുപോലെ തലയും കുനിച്ച് ഒരേ ഇരുത്തം അങ്ങിരുന്നു. അവൻ അങ്ങ് ഇറങ്ങിപ്പോയതും അയാൾ ചെന്ന് വാതിലടച്ചു. അവൻ വന്നതും അവർ അവന്റെ ഫ്ലാറ്റിലേക്ക് ചെന്നു. 3 പേരും വല്ലാതെ തളർന്നിരുന്നു. പാർവതിയുടെ പേടി ഇപ്പോഴും പോയിട്ടില്ല. അമ്മയുടെ അവസ്ഥയും അതുതന്നെയാണ്. ശിവജിത്തിന്റെ ഫ്ലാറ്റിലെത്തിയ ശേഷം അവരെ ഹാളിൽ ഇരുത്തി അവൻ അടുക്കളയിലേക്ക് പോയി. അല്പസമയത്തിനകം ആവി പറക്കുന്ന 2 ഗ്ലാസ് ചായയുമായി അവൻ തിരിച്ചു വന്നു. അമ്മ, ഈ ചായ കുടിക്ക്, കുറച്ചൊരു ആശ്വാസം കിട്ടും. ശിവജിത്ത് നേർത്തൊരു പുഞ്ചിരിയോടെ അവർക്ക് നേരെ ആ ചായ ഗ്ലാസ് നീട്ടി. അമ്മയും ഒരു പുഞ്ചിരിയോടെ തന്നെ ആ ചായ ഗ്ലാസ് കയ്യിൽ വാങ്ങി. ശിവേട്ടന് വേണ്ടേ? അവൾ ചോദിച്ചു. ഞാൻ കുടിച്ചോളാം, നിങ്ങൾ കുടിക്ക്, അവൻ പറഞ്ഞു. വേണ്ട, ശിവേട്ടൻ ഊണ് കഴിക്കാൻ വന്നതല്ലേ, എന്നിട്ട് ഊണും കഴിച്ചില്ലല്ലോ. ഞാൻ ചെന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ടുവരാം. ഇത് ശിവേട്ടൻ കുടിച്ചോ. മേശപ്പുറത്ത് അവൻ വാങ്ങിക്കൊണ്ടു വന്നു വെച്ച തുറക്കാത്ത ഭക്ഷണപ്പൊതിയിലേക്ക് നോക്കി അവൾ പറഞ്ഞു. പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവളുടെ സംസാരവും പോക്കും കണ്ട് അമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ശിവജിത്തിന് ആകെ ഒരു ചമ്മൽ തോന്നി. അവൾ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കൂടി എടുത്തുകൊണ്ടു വന്നു. പിന്നെ ഹാളിൽ ഒരു ഭാഗത്തിരുന്ന് പതിയെ അത് ഊതി കുടിക്കാൻ തുടങ്ങി. ഞാൻ മറന്നു, ഞാൻ ഇപ്പോ വരാം, പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു പ്ലേറ്റുണ്ട്. അതിൽ കുറച്ച് കായ വറുത്തതും. അവൻ അത് അവർക്ക് നേരെ വെച്ചു കൊടുത്തു. അമ്മ കഴിക്കി, അവനൊരു നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞതും അമ്മ അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ചു. അവൻ അമ്മയോട് പെരുമാറുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അമ്മയും തിരിച്ച് അവനോടും അങ്ങനെ തന്നെയാണ്. ചായ കുടിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് ശിവജിത്തിനോട് വല്ലാത്തൊരു സ്നേഹവും അലിവും തോന്നി തുടങ്ങി. തന്റെ മകൾക്ക് വേണ്ടി ഒരാൾ ഇത്രയധികം ആത്മാർത്ഥത കാണിച്ചത് ആ അമ്മയെ വല്ലാതെ ആകർഷിച്ചു. മോന്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെയാണ്? ആരും ഇവിടെ അടുത്തൊന്നുമില്ലേ? അവരോടും കൂടി ആലോചിക്കണ്ടേ? അവർക്കും കൂടി എൻ്റെ മോളെ ഇഷ്ടമാകണ്ടേ? അമ്മ സൗമ്യമായി തന്നെ ചോദിച്ചതും അവന്റെ മുഖമൊന്നു മങ്ങി. എൻ്റെ അമ്മ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അച്ഛന് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അമ്മയ്ക്കറിയോ, ഞാനൊരു വലിയ തറവാട്ടിലെ ഏക അവകാശിയായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയുടെ സ്വത്തുക്കളായിരുന്നു. പക്ഷേ ഒരു ചതിയിലൂടെ അവർ അതെല്ലാം കൈക്കലാക്കി. എന്നെ തറവാട്ടിൽ നിന്നും പുറത്താക്കി.
അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലാറ്റിലേക്ക് വന്നത്. അവൻ പറഞ്ഞതും അമ്മ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ട എല്ലാ ജോലികളും അവർ തട്ടിത്തെറിപ്പിച്ചു. ആദ്യമൊക്കെ കയ്യിൽ പൈസയുണ്ടായിരുന്നു. പിന്നീട് ജോലിയില്ലാതെ, ഭക്ഷണത്തിന് പോലും പൈസയില്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവൻ പറയുന്നത് കേട്ട് അമ്മയുടെ മാത്രമല്ല അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, പക്ഷേ അമ്മയുടെ ഈ മോളുണ്ടല്ലോ, എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചെന്ന് കള്ളം പറഞ്ഞാലും ഒന്നും കഴിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാകും. അപ്പോൾ അവൾ അവളുടെ ഭക്ഷണം പകുത്ത് എനിക്ക് തരും. മനസ്സലിവുള്ള നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അമ്മയുടെ മോള്. അതാണ് ഇപ്പോൾ ആർക്കും ഇല്ലാത്തതും. അമ്മയ്ക്കെന്നും ഇവളെക്കുറിച്ച് അഭിമാനിക്കാം. ഇവള് കാരണം അമ്മയ്ക്ക് എവിടെയും തല കുനിക്കേണ്ടി വരില്ല. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ തിളങ്ങി. അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവർ അഭിമാനത്തോടെ മകളെ നോക്കി. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആ സമയം. ശരിയാണ് മോനെ, എൻ്റെ മോള് അങ്ങനെയാണ്. പാവങ്ങളെ സഹായിക്കാൻ അവൾക്ക് ഒരു മടിയുമില്ല. അവൾക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാനേ വയ്യാതെയുള്ളൂ. സ്വന്തം ഇഷ്ടത്തിന് എന്തേലും വാങ്ങി കഴിക്കുകയോ ഉടുക്കുകയോ ഒന്നും ചെയ്യില്ല. അമ്മ പറഞ്ഞതും അവൾ അമ്മയെ നോക്കി കണ്ണുരുട്ടി. അവനത് കണ്ടിരുന്നു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് അവനോട് കൂടുതൽ വാത്സല്യം തോന്നി. അവർ പതിയെ അവന്റെ കയ്യിലൊന്ന് പിടിച്ചു. മോനെ, ഇനി മുതൽ ആരുമില്ലാത്തവനാണെന്ന് സങ്കടപ്പെടരുത്. മോന്റെ അമ്മ തന്നെയാണ് ഞാൻ. അങ്ങനെ തന്നെ കരുതിക്കോ. എൻ്റെ മോന്റെ കൂടെ ഇനി മുതൽ ഈ അമ്മയും ഉണ്ടാകും, കേട്ടോ? ആ വാക്കുകൾ ശിവജിത്തിന്റെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു. അവന്റെ കണ്ണുകൾ നനഞ്ഞു. എൻ്റെ അമ്മ തിരിച്ചു വന്നതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, അവൻ പറഞ്ഞു. അവരുടെ ഈ സംസാരമെല്ലാം കേട്ട് പാർവതിയും അതിയായ സന്തോഷത്തിലായിരുന്നു. അമ്മ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് അവൾ ഒട്ടും കരുതിയിരുന്നില്ല. അവളുടെ പ്രണയത്തിന് അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തടസ്സവും ഉണ്ടാവാതിരുന്നത് അവൾക്ക് വലിയ ആശ്വാസമായി. അവളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അവന്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടുമ്പോൾ താനും തന്റെ സ്നേഹവും അവനൊരു ബാധ്യതയാകരുതെന്ന് അവൾ കരുതിയിരുന്നു. താനൊരു ജോലിക്കാരി മാത്രമാണെന്ന അപകർഷതാബോധം അവളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് അവനോട് തോന്നിയ സ്നേഹം തുറന്നു പറയാതിരുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ തന്നെ രക്ഷിക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ ഇനി ഒളിച്ചിരിക്കാൻ സാധിക്കില്ലെന്ന് അവൾ പ്രണയപൂർവ്വം മനസ്സിലാക്കി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, അവിടം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം കാണുമ്പോൾ അവന്റെ കൂടെ ഒരു പുതിയ ജീവിതം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി. ചായ കുടിച്ച ശേഷം അമ്മയുടെ മനസ്സ് കുറച്ച് ശാന്തമായി. ശിവജിത്ത് തന്റെ ഭൂതകാലം തുറന്നു പറഞ്ഞപ്പോൾ മകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അവനെന്ന് അവർക്ക് ഉറപ്പായി. അപ്പോഴാണ് അമ്മ ശിവജിത്ത് എങ്ങനെയാണ് അയാളുടെ ഫ്ലാറ്റിൽ എത്തിയതെന്ന് ചോദിച്ചത്. മോൻ എങ്ങനെയാണ് കൃത്യസമയത്ത് അവിടെ എത്തിയത്? എന്താണ് ശരിക്കും സംഭവിച്ചത്? ശിവജിത്ത് പതിയെ കപ്പ് താഴെ വെച്ചു. ഒരു നിമിഷം അവന്റെ മുഖത്ത് ആ ദിവസത്തെ ദേഷ്യം വീണ്ടും വന്നു. അമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിയൊന്നുമില്ലാതായപ്പോൾ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ 2 മാസത്തേക്കുള്ള ഒഴിവിൽ ജോലിക്ക് കയറിയിരുന്നു ഞാൻ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇവിടെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരും. പാർവതിയുമൊത്ത് ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ്. ഇന്ന് വരുന്നതിനു മുൻപ് ഞാൻ അവളെ ഫോൺ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല. പാർവതി അവനെ തന്നെ നോക്കിയിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മകളിൽ അവൾക്ക് വീണ്ടും പേടിയായി. ഞാൻ ഇവിടെ വന്ന് അവളെ കാത്തുനിന്നു. സാധാരണ അവൾ കൃത്യസമയത്ത് വരുമായിരുന്നു. പക്ഷേ അവളെ കണ്ടില്ല. ഒരുപാട് വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. എനിക്കെന്തോ ആകെ ഒരു പേടി തോന്നി. സീതേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി ചോദിച്ചപ്പോൾ അവൾ നേരത്തെ പോയെന്ന് പറഞ്ഞു. മുൻപ് ഇവൾ പറഞ്ഞിരുന്നു അയാളുടെ നോട്ടം അത്ര ശരിയല്ലെന്ന്. അതുകൊണ്ടാണ് അവിടത്തെ ജോലി നിർത്തിയതുപോലും. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അയാളുടെ ഫ്ലാറ്റിന്റെ അകത്തുനിന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു. ബെല്ലടിച്ചിട്ടും തുറന്നില്ല. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ വാതിൽ തള്ളി തുറന്നു. ഭാഗ്യത്തിന് ഇവൾക്കൊന്നും പറ്റിയില്ല. അവൻ പറയുന്നത് കേട്ട് പാർവതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അമ്മയെ പേടിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും ആൾക്ക് നല്ലോണം തല്ല് കിട്ടിയിട്ടുണ്ട്. ഭാര്യയും പോയി. ഇനി അയാൾക്ക് ഒരു പെണ്ണിനോടും ഇതുപോലെ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകില്ല, അവൾ കരുതി. ഇവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല മോനെ. അറിഞ്ഞിരുന്നേൽ ഞാൻ ഇവളെ ഇവിടേക്ക് വിടില്ലായിരുന്നു. അല്ലേലും ഇവളോട് എന്നോ ഞാൻ പറയുന്നതാ ഇത് മതിയാക്കാൻ. നീ എന്താ പാറു അമ്മയോട് പറയാതിരുന്നേ? അമ്മ ചോദിച്ചു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാനില്ലാത്തതുപോലെ തല കുനിച്ചു കളഞ്ഞു. പിന്നെ അവർ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല.
അവൻ അവളുടെ കൈകളിൽ തന്റെ കൈകൾ കോർത്തു പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇനി പേടിക്കണ്ട. ഞാൻ ജീവനോടിരിക്കുന്ന കാലത്തോളം ഇനി ആരും ഇവളെ ചീത്ത ഉദ്ദേശത്തോടെ ഒന്ന് നോക്കുക പോലുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. അത് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും വാക്കു തരുന്നു. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വയം മരിക്കാൻ പോലും തയ്യാറാണെന്നുള്ള ആ വാക്ക് പാർവതിയുടെ ഹൃദയത്തിൽ തട്ടി. അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നി. അമ്മയെപ്പോലെ തന്നെ ഈ ലോകത്ത് തന്നെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടല്ലോ എന്ന ചിന്തയിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. അവനെ ഇറുക്കെ പുണരാൻ അവൾക്ക് അതിയായി കൊതി തോന്നി. എന്നാൽ മുൻപിൽ അമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രം അവൾ ആ ആഗ്രഹം അടക്കിപ്പിടിച്ചു നിന്നു. പകരം അവന്റെ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. സമയം വൈകിയപ്പോൾ പാർവതിയെയും അമ്മയെയും വീട്ടിലേക്ക് തിരികെ അയക്കേണ്ട സമയമായി. പോകുന്നതിന് മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തപ്പോൾ അമ്മ ഒരു ഉറച്ച തീരുമാനമെടുത്തു. മോനെ, ഇനി ഇവിടെ ഒരൊറ്റ ഫ്ലാറ്റിലും എൻ്റെ മോൾ ജോലിക്ക് വരേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അവൾ ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കട്ടെ. അല്ലേലും ജോലിയെടുത്ത് എൻ്റെ കുട്ടി ഒത്തിരി ക്ഷീണിച്ചു, അമ്മ പറഞ്ഞു. ശിവജിത്ത് തലയാട്ടി ആ തീരുമാനത്തെ അനുകൂലിച്ചു. അതുതന്നെയാണ് ആൻറ്റി നല്ലത്. ഈ സംഭവം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി റിസ്ക് എടുക്കേണ്ട. അതുമല്ല, എല്ലായിടത്തെയും ജോലിയെടുത്ത് അവളാകെ ക്ഷീണിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതും ആ നിമിഷം പാർവതിയുടെ മുഖം വാടി. ഇനി ഇവിടെ ജോലിക്ക് വരാതിരുന്നാൽ അവനെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി. അവനിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക്. അവളുടെ മുഖത്തെ നിരാശയും സങ്കടവും മനസ്സിലാക്കിയിട്ടെന്നോണം അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അവൻ കണ്ണു ചിമ്മി. ആ ഒരൊറ്റ കണ്ണുചിമ്മലിലൂടെ അവൾക്ക് എല്ലാം മനസ്സിലായി. ഇനി ജോലിക്ക് വരാതെയും നിനക്കെന്നെ കാണാൻ സാധിക്കുമെന്നായിരുന്നു ആ ചിമ്മലിലൂടെ അവൻ അവളോട് പറയാതെ പറഞ്ഞത്. അവളുടെ മുഖത്ത് വീണ്ടും സന്തോഷം വിരിഞ്ഞു. അമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ തന്നെ അവരുടെ പ്രണയം ആ കണ്ണുകളിലൂടെ അവർ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് മോനെ, അമ്മ പറഞ്ഞു. അവൻ തലയാട്ടി. ഇനി മോൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കരുത്. ഞങ്ങൾ ഇടയ്ക്ക് വരാം. മോനും ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ. നിനക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തരാം. എൻ്റെ മോൻ്റെ അമ്മ തന്നെയാണ് ഞാനിപ്പോ. ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. പാർവതിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ അവൾ അവനോടായി പറഞ്ഞു. ശിവേട്ടൻ അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കേണ്ട. ജോലിക്ക് വരേണ്ടെന്നേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വരാം. ഇനി ശിവേട്ടനെയും കൊണ്ടേ ഞാൻ പോകൂ. അവളുടെ വാക്കുകളിലെ കുസൃതി കേട്ട് അവനൊന്ന് ചിരിച്ചു. എനിക്കറിയാം, അവൻ പറഞ്ഞു. എന്ത്? നീ എന്നെയും കൊണ്ടേ പോകൂ എന്ന് അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അയ്യടാ, എന്നിട്ടാണോ എവിടെയോ ചെന്ന് ഏതോ പെണ്ണിനെയും കെട്ടി ജീവിക്കുമെന്ന് പറഞ്ഞേ? അവളുടെ മുഖത്ത് കുറുമ്പും പരിഭവവും ഒരുപോലെ നിറഞ്ഞു. വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കവിള് ഇങ്ങ് കടിച്ചു പറിക്കാൻ വരെ അവന് തോന്നിപ്പോയി. അത് വേണേൽ ഇനിയും ആലോചിക്കാം, അവൻ പറഞ്ഞു തീർന്നില്ല. അവളുടെ നഖം അവന്റെ കയ്യിൽ അമർന്നിരുന്നു. കൊല്ലും ഞാൻ, കണ്ണു കൂർപ്പിച്ച് പതിയെ പറയുന്നവളെ കൈ ഒഴിഞ്ഞുകൊണ്ട് തന്നെ അവനൊന്ന് നോക്കി. ഉള്ളിൽ നിറഞ്ഞു വന്ന പുഞ്ചിരിയെ ചുണ്ടിൽ തടഞ്ഞു വെക്കാൻ അവന് കഴിഞ്ഞില്ല. അവളും ചിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം പതിവില്ലാതെ ഒരു ഫോൺ കോൾ അവനെ തേടി വന്നു. അത് അവന്റെ വക്കീലായ സൂരജായിരുന്നു. കേസിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു കോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. സൂരജിന്റെ കോൾ ആണെന്ന് കണ്ടതും അവൻ വേഗം കോളെടുത്ത് ഫോൺ കാതോട് ചേർത്തു. ഹലോ സൂരജ്, ശിവജിത്ത് അല്പം ആകാംക്ഷയോടെ ചോദിച്ചു. അതെ ശിവജിത്തെ, ഒരു സന്തോഷവാർത്തയുണ്ട്. മറുവശത്ത് സൂരജിന്റെ ശബ്ദം ആവേശഭരിതമായിരുന്നു. അടുത്ത ആഴ്ച വിധി വരും. അത് നിനക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറപ്പാണ്. നിന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. സൂരജ് പറയുന്നത് കേട്ട് ശിവജിത്തിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ. സത്യമാണോ സൂരജ്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലത്തെ എൻ്റെ കഷ്ടപ്പാടുകൾക്ക്. അവന്റെ ശബ്ദം ഇടറി. സത്യമാണ്, നീ പേടിക്കണ്ട. എല്ലാ തെളിവുകളും കൃത്യമാണ്. നിന്റെ അമ്മയുടെ സ്വത്ത് നിനക്ക് അവകാശപ്പെട്ടതാണ്. ആ ചതി ഇനി അധിക നാൾ നിലനിൽക്കില്ല. താങ്ക് യു സൂരജ്. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നിന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറി. അപ്പോൾ എങ്ങനെയാ സന്തോഷിക്ക്. അവർ രണ്ടുപേർക്കും സന്തോഷം. ശിവജിത്ത് ഫോൺ കട്ട് ചെയ്തു. ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നീണ്ട നിശ്വാസം അവനിൽ നിന്നും പുറത്തു വന്നു. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. അവന്റെ കണ്ണുകൾ ജനലിലൂടെ ദൂരെ ആകാശത്തേക്ക് നീണ്ടു. അവിടെ അമ്മയുടെ മുഖം പോലെ ഒരു മേഘം. സത്യം പറഞ്ഞാൽ ഈ വിജയം അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അത്രയും വേദന തൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളിൽ നിന്നും അമ്മ സഹിച്ചിരുന്നു. അമ്മ മാത്രമല്ല, താനും.
മുത്തശ്ശിയും മുത്തശ്ശനും മാത്രമേ മനസാക്ഷിയുള്ളവരായി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരാണെങ്കിൽ ഇപ്പോൾ ഇല്ല താനും. ബാക്കി എല്ലാവരും മൃഗങ്ങളായിരുന്നു, വെറും മൃഗങ്ങൾ. നെഞ്ചിൽ ഒരു വേദന തികട്ടി വന്നു. കണ്ണുകൾ നിറഞ്ഞു. അവൻ അവൻ്റെ ബാഗിൽ നിന്നും അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തു. അവൻ്റെ കൈകൾ വിറച്ചു. അമ്മ! ആ വിളി ഒരു തേങ്ങലായി മാറി. അവൻ ആ ചിത്രത്തിൽ തലോടി. ഞാനിപ്പോൾ ജയിക്കാൻ പോകുകയാണ് അമ്മേ. നമ്മളെ ചതിച്ചവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അമ്മ ആഗ്രഹിച്ചതുപോലെ. അവൻ്റെ ശബ്ദം വിങ്ങി. അമ്മ പോയതിനു ശേഷം ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടുപോയി എന്നാ വിചാരിച്ചേ. എനിക്കൊരു സഹായത്തിന് ആരുമില്ലെന്നാ കരുതിയേ. അവൻ ഒരിത്തിരി നേരം കണ്ണുകൾ അടച്ചു നിന്നു. പിന്നെ കണ്ണീർ പതിയെ തുടച്ചു. ഇപ്പോൾ പാർവതിയുണ്ട് അമ്മേ. അവളുടെ അമ്മയുണ്ട്. അമ്മ എനിക്ക് തന്നതുപോലെ സ്നേഹം തരാൻ, എന്നെ മനസ്സിലാക്കാൻ അമ്മ തന്നെയാണ് അവളെയും എനിക്ക് തന്നത് അല്ലേ. പക്ഷേ ആരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയാകില്ലല്ലോ. അമ്മ ഉണ്ടായിരുന്നേൽ എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമായേനെ. അവൻ കണ്ണീരിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ ആ ചിത്രത്തിലേക്ക് നോക്കി. എങ്കിലും ആ പുഞ്ചിരിയിൽ എവിടെയോ ഒരു സമാധാനമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തവൻ്റെ കൂടെയല്ല, എല്ലാം ഉള്ളവൻ്റെ കൂടെയാണ് തൻ്റെ പെണ്ണ് ജീവിക്കേണ്ടത്. ഇത്ര വേഗം വിധി വന്നതും ഒരു പക്ഷേ അവളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും. അല്ലെങ്കിലും ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം തന്നെ അവളല്ലേ. പാർവതിയുടെ നിഷ്കളങ്കമായ മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അവൾക്ക് ഇനി സന്തോഷിക്കാം. അവൾ കാത്തിരുന്ന ആ സ്നേഹത്തിന് ഇനി അധിക നാളില്ല. ഇനി അവൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം തുടങ്ങണം. തന്നെ സ്നേഹിക്കുന്ന അവളെയും അവളുടെ അമ്മയെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, ഒട്ടും വൈകാതെ തന്നെ. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വിധി വന്നു. വക്കീൽ പറഞ്ഞതുപോലെ തന്നെ അവന് അനുകൂലമായിരുന്നു വിധി. അവൻ്റെ പ്രതീക്ഷ പൂവണിഞ്ഞു. അന്ന് തന്നെ അവൻ പാർവതിയെയും അമ്മയെയും ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവർക്കും വല്ലാത്ത സന്തോഷമായി. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയതുകൊണ്ട് അധികം വൈകാതെ വിവാഹം നടത്താമെന്ന് അവൻ പറഞ്ഞു. അമ്മയ്ക്ക് സമ്മതമായിരുന്നു. ഇത്രയും സ്വത്തുക്കൾ തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ അവരും ആദ്യമേ കല്യാണത്തിന് സമ്മതിച്ചത്. അമ്മ സന്തോഷത്തോടെ അവനെ നോക്കി. തൻ്റെ മകൾക്ക് കിട്ടിയ ഭാഗ്യം. അവൾ ആഗ്രഹിച്ചതിലും വലുത് ദൈവം അവൾക്ക് നൽകിയിരിക്കുന്നു. താൻ സ്വപ്നം കണ്ടതിലും സുരക്ഷിതമായ ഒരു കൈകളിലേക്ക് മകൾ പോവുകയാണെന്ന് അമ്മ മനസ്സിലാക്കി. ഒന്നുമില്ലാത്ത ശിവജിത്തിനെ ആയിരുന്നല്ലോ അവളും സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിൽ വേണമെങ്കിലും അവനെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായിരുന്നു. ശിവജിത്ത് തറവാട് തിരികെ പിടിച്ചതറിഞ്ഞ് അവൻ്റെ അച്ഛനും അയാളുടെ രണ്ടാമത്തെ ഭാര്യയും ഒപ്പം അയാളുടെ ഭാര്യയുടെ സഹോദരനും കുടുംബവും അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. അവരും അവിടെ തന്നെയായിരുന്നു താമസം. തൊട്ടടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചടങ്ങ്. അത് മതിയായിരുന്നു അവർക്ക്. ശിവേട്ട, അതെന്താണ്? വഴി അവസാനിക്കുന്നിടത്ത് പച്ചപ്പിനും മരങ്ങൾക്കും നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ആ കാഴ്ചയിലേക്ക് പാർവതി വിരൽ ചൂണ്ടി. അതൊരു ഒറ്റപ്പെട്ട വീടായിരുന്നില്ല, ഒരു പ്രൗഢമായ കൊട്ടാരം പോലെ അവൾക്ക് തോന്നി. അവൻ ചിരിച്ചു. അതാണ് എൻ്റെ തറവാട്, ശിവമംഗലം. അപ്പോഴേക്കും കാർ വലിയ പടിപ്പുര കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. നിറയെ മുറ്റവും അതിരുകളില്ലാത്തതുപോലെ തോന്നിപ്പിക്കുന്ന പറമ്പും. കാർ പോകുന്ന വഴിയുടെ ഇരുവശത്തും തണൽ വിരിച്ച് വലിയ പഴയ മരങ്ങൾ തലയുയർത്തി നിന്നു. പ്ലാവും മാവും എല്ലാം വലിയ കാവൽക്കാരെ പോലെ. അമ്മേ, പാർവതിയുടെ സ്വരം നേർത്തു. അവൾ അമ്പരന്ന് അമ്മയെ നോക്കി. പിൻസീറ്റിലിരുന്ന അമ്മ പുറത്തേക്ക് നോക്കി കണ്ണിമ വെട്ടാതെ ആ തറവാടിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് അവിശ്വസനീയതയുടെയും ആശ്ചര്യത്തിന്റെയും ഭാവം. എൻ്റെ കൃഷ്ണ, അമ്മ അറിയാതെ പറഞ്ഞുപോയി. കാർ ചെന്നു നിന്നത് ആ മനോഹരമായ നാലുകെട്ട് തറവാടിന്റെ പൂമുഖത്താണ്. ഓടുമേഞ്ഞ തടിയിൽ കൊത്തുപണികൾ ചെയ്ത കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു മഹാശില്പം പോലെ. മധ്യത്തിൽ നടുമുറ്റവും അതിനു ചുറ്റും വലിയ തൂണുകളും. കാലപ്പഴക്കത്തിന്റെ സൗന്ദര്യമുണ്ടായിരുന്നെങ്കിലും ആ തറവാടിന് എവിടെയോ ഒരു രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു. ശിവേട്ട, ഇത് വെറും ഒരു വീടല്ലല്ലോ, പാർവതി ചോദിച്ചു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയ തറവാടാണ് ശിവജിത്തിൻ്റെതെന്ന്. ഞാൻ പറഞ്ഞില്ലേ പാറു, ശിവമംഗലം തറവാട് ഒത്തിരി വലുതാണെന്ന്. പുറത്തുനിന്ന് കാണുന്നതിൻ്റെ 10 ഇരട്ടി ഭംഗിയാണ് ഇതിനകത്ത്. എല്ലാം എൻ്റെ അമ്മയുടേതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. എന്നിട്ടും ഞാൻ ഇത്രയും കാലം അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അമ്മയാണ് ഇത്ര വേഗം എനിക്കിത് തിരിച്ചു തന്നതുപോലും. പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറി. മോനെ ശിവ, ഇത്രയും വലുതാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. ഞങ്ങളിതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ഇതിനെല്ലാമുള്ള യോഗ്യതയുണ്ടോ?
അമ്മ പറഞ്ഞതും അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഉണ്ട്, ഇപ്പോൾ നിങ്ങൾക്കേ ഇതിന് യോഗ്യതയുള്ളൂ. അവൻ അതും പറഞ്ഞ് നേരെ നോക്കിയത് പാർവതിയുടെ മുഖത്തേക്കാണ്. ആ നോട്ടത്തിൽ നിന്നും തന്നെ അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. തറവാട്ടിൽ പാർവതിയും അമ്മയും ശിവജിത്തിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം, ആ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു. ശിവജിത്ത് മുൻവാതിൽ തുറന്നു നോക്കിയപ്പോൾ തല കുനിച്ച് ക്ഷീണിച്ച രൂപത്തിൽ നിൽക്കുന്ന അച്ഛനെയാണ് കണ്ടത്. അയാളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ഇറങ്ങിയതും ഡ്രൈവർക്ക് പൈസ കൊടുത്തു. വെയിറ്റ് ചെയ്യണോ എന്ന് ഡ്രൈവർ ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞതും ഡ്രൈവർ കാറെടുത്തു പോയി. അയാൾ തറവാടും മുറ്റവുമെല്ലാം ഒന്ന് നോക്കി. എങ്ങനെ ജീവിച്ചതാണ് ഇവിടെ? അയാൾക്ക് സങ്കടവും കുറ്റബോധവും തോന്നി. ശിവജിത്തിന് ദേഷ്യമല്ല, മറിച്ച് സഹതാപമാണ് തോന്നിയത്. ഇങ്ങനെയേ വരൂ എന്ന് അവന് അറിയാമായിരുന്നു. ഒന്നുമില്ലാതായപ്പോൾ അച്ഛനെ ആർക്കും വേണ്ടി വന്നില്ലെന്ന് അവന് അയാൾ ഒന്നും പറയാതെ തന്നെ മനസ്സിലായി. ഇത്രയും നാൾ തന്നെ വേണ്ടാത്ത, തന്നെ ദ്രോഹിച്ച ഒരാളോട് എന്ത് പറയണമെന്നറിയാതെ അവൻ നിന്നു. മോനെ ശിവ. നാളുകൾക്കിപ്പുറം ഇടറിയ ശബ്ദത്തോടെ അയാൾ അവനെ വിളിച്ചു. അവന് പുച്ഛമാണ് തോന്നിയത്. എന്താണ് വേണ്ടത്? ഇനി ഇവിടെ ഒരവകാശവുമില്ലെന്ന് കോടതി പറഞ്ഞതാണല്ലോ. മോനെ, അച്ഛനിപ്പോൾ ഒന്നും വേണ്ട. നിന്റെ അമ്മയുടെ സ്വത്ത് വേണ്ട, നിന്റെ ഈ വീടും വേണ്ട. എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഞാൻ നിന്നെ പുറത്താക്കിയപ്പോൾ നിനക്ക് തോന്നിയ വേദന. നിന്നോടും നിന്റെ അമ്മയോടും ചെയ്ത ദ്രോഹങ്ങൾ എത്ര വലുതാണെന്ന്. കുറ്റബോധം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ ഉമ്മറത്തെ തിണ്ണയിലേക്കിരുന്നു. എല്ലാം എൻ്റെ അഹങ്കാരം കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഇപ്പോൾ എല്ലാം പോയപ്പോൾ എന്നെ എല്ലാവരും ഇട്ടിട്ട് പോയി. സ്നേഹമില്ലാത്തവരുടെ കൂടെയാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പാർവതിയും അമ്മയും അകത്തുനിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അയാളോട് അലിവ് തോന്നി. മോൻ ഈ അച്ഛനോട് ക്ഷമിക്കണം. അമ്മയോടും നിന്നോടും ചെയ്തതെല്ലാം പൊറുക്കണം. മാപ്പ് ചോദിക്കാനേ എനിക്കിപ്പോൾ പറ്റൂ. ശിവജിത്തിന്റെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ശിവജിത്ത് പെട്ടെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ മനസ്സിലെ എല്ലാ ദേഷ്യവും പതിയെ അലിഞ്ഞില്ലാതാവുന്നതുപോലെ അവന് തോന്നി. അവന്റെ അമ്മയെയും അവനെയും ചതിച്ചതിന് പ്രതികാരം ചെയ്യണമെന്ന് കരുതിയെങ്കിലും തളർന്നുപോയ ആ മനുഷ്യന്റെ മുഖത്ത് ആ പഴയ അഹങ്കാരം ഉണ്ടായിരുന്നില്ല. പകരം കുറ്റബോധം മാത്രം. മതി അച്ഛാ, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ദേഷ്യത്തിലല്ല എന്നു കരുതി എൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അച്ഛനെ ഞാൻ വഴിയിൽ ഉപേക്ഷിക്കില്ല. ശിവജിത്ത് പറഞ്ഞതും അയാൾ അവനെ ഒന്ന് നോക്കി. അകത്തു നിന്നിരുന്ന പാർവതിയും അമ്മയും അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള കൗതുകത്തിലായിരുന്നു. ഞാനൊരു വീട് ശരിയാക്കി തരാം. വേണമെങ്കിൽ ചെലവിനുള്ള പൈസയും തരാം. ഇനിയുള്ള കാലം അച്ഛന് അവിടെ ജീവിക്കാം. അവൻ പറഞ്ഞതും അയാളൊന്ന് ഞെട്ടി. അവൻ ഇങ്ങനെ പറയുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. മോനെ, അത്... അയാൾ എന്തോ പറഞ്ഞു വന്നതും അവൻ അയാളെ തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. ഇതിന് സമ്മതമാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. അല്ലെങ്കിൽ അച്ഛന് പോകാം, അവൻ പറഞ്ഞു. വാശി പിടിക്കാൻ തനിക്ക് ആവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പിടിച്ചിട്ടും കാര്യമില്ല. ഇത് തന്നെ അവന്റെ വലിയ മനസ്സാണ്, അയാൾ കരുതി. മതി, അങ്ങനെ മതി, അയാൾ പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത്? ഇല്ലേൽ കഴിച്ചിട്ട് പോകാം. അമ്മേ, അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു. പാർവതിയും അമ്മയും ഉമ്മറത്തേക്ക് വന്നു. അയാൾ അവരെ തന്നെ ഒന്ന് നോക്കി. ചെറിയൊരു പെൺകുട്ടി. അവളുടെ കഴുത്തിൽ താലിമാലയും നെറുകിൽ സിന്ദൂരവുമുണ്ട്. ഐശ്വര്യമുള്ള 2 പേർ. അതാരാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നില്ല. ഇത് പാർവതി, എൻ്റെ ഭാര്യ. ഇത് അവളുടെ അമ്മ. അവൻ പറഞ്ഞതും അയാളൊന്ന് ഞെട്ടി. മകന്റെ കല്യാണം പോലും അറിയാത്തൊരു അച്ഛനായി പോയല്ലോ താൻ. അയാൾക്ക് വേദന തോന്നി. നല്ല കുട്ടി, നന്നായി വരട്ടെ, അത്രമാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കി. അവനാകെ വല്ലാതെയായിട്ടുണ്ട്, എന്തൊക്കെയോ സങ്കടമുള്ളതുപോലെ. അച്ഛൻ വരൂ, എന്തെങ്കിലും കുടിക്കാം, അവന്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവൾ പറഞ്ഞു. അവനൊരു വ്യത്യാസവുമില്ല. അല്ലെങ്കിലും അവനേക്കാൾ നന്നായി അവനെക്കുറിച്ച് അവൾക്കറിയാം. വേണ്ട, അച്ഛൻ ഇറങ്ങുക. പിന്നെ ഇവനൊരു പാവ, മോൾക്ക് എന്നും സന്തോഷേ ഉണ്ടാവൂ. അയാൾ അവളെ നോക്കി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. വീട് ശരിയാക്കിയിട്ട് അച്ഛനെ വിളിച്ചാൽ മതി. എന്നാൽ ശരി, അച്ഛൻ ഇറങ്ങുക, പറഞ്ഞുകൊണ്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി. അവൻ കുറച്ച് മാറിയുള്ള അമ്മയുടെ അസ്ഥിത്തറയിലേക്കൊന്ന് നോക്കി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അമ്മ തെളിഞ്ഞു വരുന്നത് പോലെ അവൻ സൂക്ഷിച്ചു നോക്കി. അതെ, അമ്മയുണ്ട് അവിടെ.
നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. ഇടയ്ക്ക് പുറത്തേക്ക് നടന്നു പോകുന്ന അയാളെ നോക്കുന്നുമുണ്ട്. അവനാകെ വല്ലാതെയായി. തലയാകെ പൊട്ടിപ്പിളരുന്നത് പോലെ. ആ മനുഷ്യൻ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഒരിക്കലും പൊറുക്കില്ലെന്ന് കരുതിയതാണ്, പകരം വീട്ടുമെന്ന് കരുതിയതാണ്. പക്ഷേ അതിനേക്കാളുമൊക്കെ മേലെ അമ്മയുടെ കണ്ണുനീർ അവനെ ചുട്ടുപൊള്ളിക്കുന്നു, അവൻ്റെ ദേഷ്യത്തെ ഇല്ലാതെയാക്കുന്നു. തെല്ലൊരു നിമിഷം അവൻ്റെ ബുദ്ധിയും മനസ്സും തമ്മിൽ തർക്കിച്ചു. അവൻ തളർന്നു. അവസാനം അമ്മയുടെ കണ്ണുനീർ തന്നെ ജയിച്ചു. അവൻ വേഗം മുറ്റത്തേക്കിറങ്ങി അയാൾക്ക് പിറകെ ചെന്നു. അതുകണ്ട് അവൻ്റെ പിന്നാലെ തന്നെ പാർവതിയും അമ്മയും. അച്ഛാ, അവൻ വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. എൻ്റെ അമ്മ അന്നും എന്നും നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ദ്രോഹങ്ങളെല്ലാം സഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും അമ്മ അത് തന്നെയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് വേണ്ടി എൻ്റെ വെറുപ്പും ദേഷ്യവുമെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ അമ്മ ഒത്തിരി വേദനിച്ചു. ഇനി ഞാൻ കാരണം മരിച്ചിട്ടും അമ്മ വേദനിക്കേണ്ടി വന്നാൽ അതെനിക്ക് സഹിക്കില്ല. എൻ്റെ അമ്മയെ ഓർത്ത് മാത്രം ഞാനെല്ലാം മറക്കുന്നു. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു. അയാൾക്ക് വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി, ഒപ്പം ഭാര്യയെക്കുറിച്ചോർത്തുള്ള വേദനയും. പക്ഷേ ഒരു കണ്ടീഷൻ. ദേ ഈ നിൽക്കുന്നവളെ സ്വന്തം മകളായും ഈ അമ്മയെ സ്വന്തം സഹോദരിയായും കാണണം, അവൻ പറഞ്ഞു. അയാൾ അവരെ ഒന്ന് നോക്കി, ശേഷം സമ്മതമെന്ന് തലയാട്ടി. കഴിഞ്ഞില്ല, അവൻ വീണ്ടും പറഞ്ഞു. അയാൾ ഇനി എന്താണെന്ന പോലെ അവനെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് മാത്രം ഇവിടെ നിൽക്കാം. നിങ്ങൾക്ക് പിറകെ ഓരോരുത്തരെയായി അകത്തേക്ക് കയറ്റാമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. അവരുടെ കൂടെ നിങ്ങളും ഇറങ്ങേണ്ടി വരും. പിന്നീടൊരു കരച്ചിലോ മാപ്പുപറച്ചിലോ കൊണ്ട് അകത്തേക്ക് കയറാമെന്ന വിചാരവും വേണ്ട. അവൻ പറഞ്ഞു നിർത്താൻ നേരമില്ലാതെ അയാൾ അവനെ ഇറുക്കെ പുണർന്നു. മതി, എനിക്കിനി നീ മാത്രം മതി. അവരുടെ കൂടെ നിന്ന് ഈ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. അവരെന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പുച്ഛവും പരിഹാസവും മാത്രം. എനിക്കിനി നിന്നെ വിട്ട് എങ്ങും പോകണ്ട. നീ പറയുന്നത് വരെ നിന്റെ കൂടെ ഇവിടെ തന്നെ. അയാൾ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അച്ഛനെയും കൂട്ടി തറവാട്ടിൻ്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ നിറഞ്ഞ മനസ്സോടെ തന്നെ പാർവതിയും അമ്മയും അവർക്കൊപ്പം നടന്നു. ഉമ്മറത്തെ പടി കയറുന്നതിന് മുൻപായി അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു, അവനെ നോക്കി ചിരിച്ചുകൊണ്ട്. അവൻ നോക്കുന്നത് കണ്ട് എല്ലാവരും അവിടേക്ക് നോക്കി. അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. എങ്കിലും നേർത്തൊരു തണുത്ത കാറ്റ് അവരെ വന്നു പൊതിഞ്ഞിരുന്നു ആ സമയം. അതെ, അതവൻ്റെ അമ്മ തന്നെയായിരുന്നു.